എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു BL ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. അവനാണെങ്കിൽ രാവിലെ എണീറ്റ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് അവൻ്റെ ബോയ് ഫ്രണ്ട് അപ്പോഴും ബെഡിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു സംശയം കൊണ്ട് അവൻ്റെ ബോയ് ഫ്രണ്ട് അവൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അവന് നല്ല പനി ഉണ്ടായിരുന്നു. ഇതോടുകൂടി അവൻ നല്ല പേടിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു നനഞ്ഞ ടവലൊക്കെ എടുത്ത് അവൻ്റെ ദേഹമൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവർക്കൊരു റൊമാൻറ്റിക് മൂവ്മെൻറ്റൊക്കെ അതിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും നമുക്ക് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ തോന്നും. അവൻ്റെ ദേഹത്തൊക്കെ നല്ല സോഫ്റ്റായിട്ട് അവൻ തുടച്ചു കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ വീണ്ടും അവൻ്റെ അടുത്ത് വന്ന് നോക്കുന്നുണ്ട്. അപ്പോഴവൻ്റെ പനിയൊക്കെ ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. അവൻ മുമ്പത്തെക്കാട്ടും എത്തിക്കൂടെ ബെറ്ററായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ അവൻ്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, എനിക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് എന്നെ നോക്കിയതിനൊക്കെ. പക്ഷേ അവൻ്റെ ബോയ് ഫ്രണ്ട് പറയുന്നുണ്ട്, നമുക്കിടയിൽ ആ താങ്ക്സിൻ്റെ ഒന്നും ആവശ്യമില്ല, പരസ്പരം നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നോക്കേണ്ടത് നമ്മുടെ കടമയാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതെപ്പോഴും അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് നമ്മളെ പാർട്ട്ണർ തന്നെയാണ് എപ്പോഴും നോക്കേണ്ടതും അവരെ സംരക്ഷിക്കേണ്ടതും ഒക്കെ. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രമല്ല, നമുക്ക് ആരോഗ്യമില്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പാർട്ട്ണർ നമ്മൾ വേണ്ട അറ്റൻഷനും കെയറും ഒക്കെ കൊടുക്കണം. അതാണ് എപ്പോഴും ഒരു നല്ല പാർട്ട്ണർ ചെയ്യേണ്ട കാര്യം. ഇതിൽ ഇവനും അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഡ്രാമയിൽ ഇവരെ കെമിസ്ട്രി നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. ഇതുപോലുള്ള BL ഡ്രാമാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഡ്രാമയുടെ നെയിമൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഡ്രാമയുടെ റിവ്യൂ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്